ഇ.പി. ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം, സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. വ്യവസായ മന്ത്രി പി രാജീവിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്ത് വന്നിരിക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്മജയ്ക്ക് പുറമെ കൊച്ചിയിലെ ഒരു KPCC ജനറൽ സെക്രട്ടറിയെയും CPM-ലേക്ക് ക്ഷണിക്കാൻ E.P. ജയരാജനൊപ്പം സമീപിച്ചിരുന്നതായി ദല്ലാൾ നന്ദകുമാർ വെളിപ്പെടുത്തിയിരുന്നു. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. മഹാരാജാസ് കോളേജിലെ SFIയുടെ ഇടിമുറി നിയന്ത്രിച്ചിരുന്ന ആളാണ് P. രാജീവ് എന്നാണ് ദീപ്തി മേരി ആരോപിക്കുന്നത്. രാജീവ് കോളേജിലെ വിദ്യാർത്ഥി അല്ലാതിരുന്ന കാലത്തും ക്യാമ്പസിലും യൂണിയൻ ഓഫീസിലും എത്തിയത് എന്തിനായിരുന്നുവെന്ന് അന്ന് അവിടെ പഠിച്ചിരുന്ന തനിക്ക് നന്നായി അറിയാം. അർഷോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ P. രാജീവ് സൃഷ്ടിച്ചിരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എൻ്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് P. രാജീവിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഇപ്പോൾ വടിവുത്ത ഭാഷയിൽ സംസാരിക്കുന്ന രാജീവ് അന്ന് പെൺകുട്ടികളെ അഭിസംബോധന ചെയ്തിരുന്നത് ഇന്ന് ആർഷോ ഉപയോഗിക്കുന്നതിനേക്കാൾ മോശം ഭാഷയിലായിരുന്നുവെന്നും അവർ പറഞ്ഞു. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അച്ചടി ഭാഷയും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംസാരവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെയുള്ള വിളിച്ചിരുന്നത് ഇന്ന് അർഷോ വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെയായിരുന്നു. LDF കൺവീനർ E.P. ജയരാജൻ ഒരു റിക്രൂട്ടിംഗ് ഏജന്റായാണ് പ്രവർത്തിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് E.P. ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനൊപ്പം തന്നെ സമീപിച്ചിരുന്നു. ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാൽ പോലും അത് തള്ളിക്കളയാനുള്ള ഔചിത്യം തനിക്കുണ്ടെന്നും ദീപ്തി പറഞ്ഞു. CPM-ലേക്ക് മാത്രമല്ല BJP-യിലേക്ക് E.P. ജയരാജൻ ആളെ നോക്കിയിരുന്നുവെന്നും ദീപ്തി ആരോപിക്കുന്നുണ്ട്. E.P. ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നത്യം, സംഘടനാപരമായ പാരമ്പര്യമൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരുന്നതാണ്. എന്നുള്ളതിന് കൃത്യമായ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു P. രാജീവ്. അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായിട്ട് എത്തരത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വളർന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അച്ചടി ഭാഷയും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സംസാരവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെയുള്ള വിളിച്ചിരുന്നത് ഇന്ന് അർഷോ വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെയായിരുന്നു. അർഷോയേക്കാൾ ഭീകരതയായിരുന്നു അന്ന് മഹാരാജാസ് കോളേജിൽ P. രാജീവ് സൃഷ്ടിച്ചിരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ക്രെഡിബിലിറ്റി തെളിയിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലുള്ള എൻ്റെ സ്പേസ് തെളിയിക്കുവാൻ എനിക്ക് P. രാജീവിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം ഇന്നൊരു ഡമ്മി മന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്താണ് CPM-ൽ നടക്കുന്നത് എന്നറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് E.P. ജയരാജൻ വന്ന് സംസാരിച്ചതുപോലും അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ മതിലെഴുതിയതിനു ശേഷം ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ആർക്കും അറിയാത്ത ഒരു ഡോക്ടർ ജോ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ചില രാഷ്ട്രീയമൊക്കെ ഉണ്ട്, താല്പര്യങ്ങളുണ്ട്. അതൊന്നും ആയിരിക്കില്ല CPM-ന്റെ നേതൃത്വവും E.P. ജയരാജനെ പോലുള്ള സീനിയർ ആയിട്ടുള്ളവരും ആലോചിച്ചിട്ടുണ്ടാവുക. അത് അദ്ദേഹം അറിയാതിരുന്നത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല. അദ്ദേഹത്തെ അത്തരത്തിലുള്ള വില മാത്രമേ CPM-ന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകനായ മന്ത്രി പറയുന്നത് അനുസരിക്കാനുള്ള വെറും ഡമ്മി മന്ത്രി മാത്രമാണ് P. രാജീവ് എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.